ഹല്ലേലൂയ. ഈ പുതിയ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, സ്വർഗ്ഗത്തിലെ ദൈവം അയക്കുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ബൈബിളിൽ റോമാലേഖനം 5:5 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നു. ആ പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗഖ്യം, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിടുതൽ എന്ന് പറയുന്നത് അവൻ ദൈവസ്നേഹത്തിൽ നിറയപ്പെടുന്നതാണ്. ഒരുവൻ്റെ ആത്മാവിൻ്റെ ആഹാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. യേശു പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ടല്ലോ, അന്നൊന്നും വേണ്ട നീ ആഹാരം നിങ്ങൾക്ക് നൽകണമേ. അന്നൊന്നും വേണ്ട നീ ആഹാരം. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ വയറിന് ആവശ്യമുള്ള ആഹാരം. ഒരിക്കലുമല്ല. അന്നൊന്നും വേണ്ട നീ ആഹാരം അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഇറ്റ് ഈസ് ദി ലവ് ഓഫ് ഗോഡ്. അതാണ് മനുഷ്യന് ആവശ്യമായിട്ടുള്ളത്. അതിൽ മനുഷ്യൻ നിറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ രോഗങ്ങൾ വിട്ടുമാറുന്നു, അവൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ വിട്ടുമാറുന്നു, അസ്വസ്ഥതകൾ വിട്ടുമാറുന്നു. ശരീരത്തിനും മനസ്സിനും ആത്മാവിനുമെല്ലാം വലിയ വിടുതലും ജീവനും നൽകുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇവിടെ ആ ദൈവസ്നേഹത്താൽ ഒരുവൻ നിറയപ്പെടുമ്പോൾ അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറും. എന്നെ കാണുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പിതാവായിരിക്കുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും കടന്നു വരുമാറാകട്ടെ, നിങ്ങളുടെ ജീവിതങ്ങളെ നവീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന തകർച്ചകളിൽ, നിങ്ങളായിരിക്കുന്ന വേദനകളിൽ, നിങ്ങളായിരിക്കുന്ന ദുഃഖപൂർവമായ അവസ്ഥകളിൽ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന, നിങ്ങളുടെ മനസ്സിന് ധൈര്യം നൽകുന്ന, പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവ് അവൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് വരുന്നവനാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആര് വിശ്വസിക്കുന്നുവോ, ആര് ചോദിക്കുന്നുവോ അവർക്കെല്ലാം കടന്നു വരും. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. ജാതിയോ മതമോ വർണ്ണമോ വർഗമോ അല്ല, അതിലുപരി എല്ലാ മനുഷ്യരും ഒരേ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ആ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി അയക്കുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവ് ആര് ചോദിക്കുന്നുവോ അവർക്കെല്ലാം ലഭിക്കും. കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരുടെ മേലെല്ലാം ദൈവം തന്നെ സമ്പത്ത് വർഷിക്കും. ദൈവത്തിൻ്റെ സമ്പത്ത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്ന് നിങ്ങൾ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ, നിങ്ങൾ ധൈര്യപ്പെടുത്തട്ടെ, ഭയങ്ങളെ വിട്ടുമാറട്ടെ, ദുഃഖങ്ങളെ വിട്ടുമാറട്ടെ, നിരാശ വിട്ടുമാറട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അവിടുന്ന് എല്ലാ ഹൃദയങ്ങളിലും കടന്നു വന്നാലും, എല്ലാ ഹൃദയങ്ങളും നിറഞ്ഞാലും ജീവൻ ഉണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, ശക്തി ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ വലിയ മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങളിൽ ക്രിസ്തുവിൻ്റെ സമാധാനം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ.
പ്രിയപ്പെട്ടവരെ, നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. വർഷങ്ങളും കാലങ്ങളുമായി പ്രാർത്ഥിച്ചിട്ട് രോഗം മാറുന്നില്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ല. എല്ലാവരും പറയും ബന്ധനങ്ങളാണ്. ഈ ബന്ധനങ്ങളുടെ പുറകെ നിൽക്കുന്ന നമ്മുടെ തന്നെ സ്വന്തം തലമുറകളാണ്. മരണം മൂലം വേർപിരിഞ്ഞു പോയ, നമ്മൾ വേർപെട്ടു പോയ ആത്മാക്കൾ രക്ഷപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് അവരുടെ വലിയ എതിർപ്പ്, അവരിൽ കടന്നു വരുന്ന വലിയ തിന്മയുടെ സ്വാധീനം വ്യക്തികളെ, കുടുംബങ്ങളെ തകർക്കുകയാണ്. വിവാഹ തടസ്സങ്ങൾ, വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്ത അവസ്ഥകൾ, കുടുംബ കലഹങ്ങൾ, വിട്ടുമാറാത്ത വെറുപ്പിൻ്റെയും പ്രതികാരത്തിൻ്റെയും കൊലപാതക ചിന്തകളുടെയും സ്വാധീനങ്ങൾ, മദ്യപാനത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും സ്വാധീനങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, ദിനത്ത് സംഭവിക്കുന്ന അപകട മരണങ്ങൾ, കൃഷിനാശങ്ങൾ, ബിസിനസ് പരാജയങ്ങൾ, എന്തെടുത്താലും രക്ഷയില്ല, പരാജയപ്പെട്ടു പോവുകയാണ്. അനേകം പേര് പറയും ദൈവം പോലും സഹായിച്ചിട്ടില്ല എന്ന് പറയും. ദൈവം സഹായിക്കഴിഞ്ഞിട്ടല്ല, നിനക്കെതിരെ നിൽക്കുന്ന അത്രമാത്രം ശക്തമായ സ്വാധീനമാണ്. ശരീരത്തിൽ അവർ മരിച്ചു പോയെങ്കിലും ആത്മാവിൽ മരിച്ചിട്ടില്ലാത്തത് കൊണ്ടും അവർ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഫലമായി അവരായിരിക്കുന്ന പൈശാചിക ബന്ധനത്തിൻ്റെ ആ ആധിപത്യം കൊണ്ടും നിന്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരില്ല. അതുകൊണ്ടാണ് അതിൽ നിന്നും വിടുതൽ വേണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ: നഷ്ടപ്പെട്ടു പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവർക്ക് രക്ഷ ലഭിക്കണം, അവരെ രക്ഷപ്പെടുത്തണം. കാരണം അവർ ദൈവത്തിൻ്റെ മക്കളാണ്. ജീവിച്ചിരുന്നപ്പോൾ അവർ വഞ്ചിക്കപ്പെട്ട പാപത്തിൽ ജീവിച്ച മരിച്ചുപോയി. അതുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് അനേകം പേർ ശിക്ഷിക്കപ്പെട്ടവരാണ്. അതികഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് അനേകം കോടിക്കണക്കിന് ആത്മാക്കൾ. ഒരു നരാഗ്നിയിലായിരിക്കാം, അശുദ്ധാത്മാക്കളായി അലഞ്ഞിരിക്കുന്നവരായിരിക്കാം, പിശാചിന്റെ അടിമകളത്തിൽ കിടക്കുന്നവരായിരിക്കാം. ലഗിയോനെ പോലെ വലിയ വ്യൂഹങ്ങളായിട്ട് ദേശങ്ങളിലേക്ക് ആക്രമിക്കുന്നു. പിശാചിന്റെ അടിമകൾ, സ്വാതന്ത്ര്യമില്ലാത്ത, സുബോധമില്ലാത്ത അടിമകൾ. ഇവിടെ ഒരു മനുഷ്യൻ അറിയുന്നില്ല അനേകം ആത്മാക്കളുടെ അവസ്ഥയെന്ന് അവൻ അറിഞ്ഞുകൂടാ. തെറ്റായ ധാരണകളും പഠനങ്ങളും തെറ്റായ ബോധ്യങ്ങളും ആത്മാക്കളുടെ രക്ഷയെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നിനക്ക് വിടുതൽ വേണോ? നിനക്ക് രക്ഷ വേണോ? ഒരേ ഒരു മാർഗം ചെയ്യണം. കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ തലമുറകൾ, എൻ്റെ പൂർവ്വപിതാക്കന്മാർ, എൻ്റെ കുടുംബത്തിൽ മരിച്ചുപോയവർ അങ്ങേക്ക് മഹത്വം നൽകാതെ, ദൈവമായിട്ട് അംഗീകരിക്കാതെ, നന്ദി പ്രകാശിപ്പിക്കാതെ, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കാതെ അവരെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പാപം ചെയ്തു പോയവരാണ്, മരിച്ചുപോയവരാണ്. മാരകമായ പാപങ്ങൾ ജീവിച്ച് മരിച്ചുപോയവരാണ്. അവർ ദൈവത്തെ നഷ്ടപ്പെട്ടവരാണ്. കർത്താവേ, അവരോട് കരുണ തോന്നണമേ, അവരോട് കരുണ കാണിക്കണമേ. ഇന്ന് ഈ തലമുറയിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചുകൊണ്ട്, നീതിമാനായി ജീവിച്ചുകൊണ്ട് ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ആകാശം തുളഞ്ഞു കയറും, ഗ്രഹങ്ങൾ തുളഞ്ഞു കയറിച്ചാലും നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഇന്ന് ജീവിക്കുന്നവൻ ദൈവത്തിൻ്റെ വചനപ്രകാരം വിശുദ്ധമായിട്ട് ജീവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം, തൻ്റെ തലമുറകൾക്ക് വേണ്ടിയിട്ട്. ആത്മാക്കൾക്ക് ഉറക്കമാണ്. അന്തിവിധിയിൽ കാഹളം മുഴങ്ങുമ്പോൾ എഴുന്നേറ്റ് വരുന്നൊക്കെയുള്ള പഠനങ്ങൾ ബൈബിളിലെ പഠനങ്ങളല്ല, വചനത്തിലുള്ളതൊന്നുമല്ല. അതൊക്കെ മനുഷ്യ ബുദ്ധിയിലെ അന്ധകാരത്തിൽ പഠനങ്ങൾ മാത്രമാണ്. അങ്ങനെയുള്ള പഠനങ്ങൾ എന്തുമാത്രം എത്രയോ കോടിക്കണക്കിന് മനുഷ്യാത്മാക്കളെ നശിപ്പിച്ചത്. അതല്ലെങ്കിൽ പാപത്തിൽ മരിച്ചവർ നരകത്തിൽ പോയി, പിന്നെ രക്ഷയില്ല. ആരാണ് പറഞ്ഞത് രക്ഷയില്ല എന്ന്? നരകമെന്ന് പറഞ്ഞാൽ നിത്യനരകമാണ്, നിത്യാഗ്നിയാണ്. ആരാ അങ്ങനെ പഠിപ്പിച്ചത്? യേശു പഠിപ്പിച്ചോ? പുസ്തകന്മാർ പഠിപ്പിച്ചോ? പത്രോസ് പൗലോസ് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരു മരിച്ചു കഴിയുമ്പോൾ നിത്യനരകത്തിൽ പെട്ടുപോയി എന്ന്? പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ കുരിശുമരണത്തെയും ക്രിസ്തുവിന്റെ നരക സന്ദർശനത്തെയും കളിയാക്കുന്ന, പരിഹസിക്കുന്ന ഒരു പഠനമാണ് അങ്ങനെ പറയുന്നത്. ഒരുവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പാപത്തിൽ മരിച്ചെങ്കിൽ നിത്യമായി നഷ്ടപ്പെട്ടു, നിത്യമായി നരകത്തിൽപ്പെട്ടു എന്ന് പഠിപ്പിക്കുന്നത് തെറ്റാണത്. കാരണം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ആത്മാവിൽ അവിടുന്ന് സാത്താന സാമ്രാജ്യമായ നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്നവനാണ്. ക്രിസ്തുവിൻ്റെ കാലം വരെയും, ആദത്തിന്റെ കാലം മുതൽ ക്രിസ്തുവിന്റെ കാലം വരെയും നരകത്തിന് മേലെ ഉണ്ടായിരുന്ന സാത്താന്റെ ആധിപത്യത്തെ തൻ്റെ കുരിശു മരണത്തിലൂടെ ക്രിസ്തു തകർത്ത്, അത് തൻ്റെ മരണത്താൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ മരണത്തിൽ കിടക്കുന്നവർ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു ഇറങ്ങിച്ചത്, നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്നത്.
നരകത്തിൻ്റെ അധികാരി, മരണത്തിൻ്റെ അധികാരി സാത്താൻ്റെ ശക്തിയെ കുരിശിലൂടെ തകർത്ത് എൻ്റെ കർത്താവ് വിജയം വരിച്ചവനാണ്. അതുകൊണ്ട് എൻ്റെ കർത്താവ് സാത്താനെ ജയിച്ചു എന്ന് പഠിപ്പിക്കുന്നത്, നരകത്തെ ജയിച്ചു എന്ന് പഠിപ്പിക്കുന്നത്, അവൻ മരണത്തെ ജയിച്ചവനാണ്. ഉത്ഥാനത്തിൽ യേശു, വെളിപാട് പുസ്തകം 1:18 യേശു പറയുന്നത്, ഇതാ മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോല് എൻ്റെ കയ്യിലാണ്. I hold the keys of death and hell. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും അധികാരി യേശു ക്രിസ്തുവാണിപ്പോൾ. അതുകൊണ്ട് പിശാച് പിടിച്ചുകൊണ്ട് പോയ എൻ്റെ പൂർവ്വപിതാക്കന്മാരെയോ ഏത് ആത്മാക്കളെയോ ഇന്ന് ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരെ വിട്ടയക്കാൻ സാത്താന് കൽപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നു. ആര് വിശ്വസിക്കുന്നുവോ അവന് സാധിക്കുന്നു. കാരണം ഇന്ന് സാത്താനല്ല നരകത്തിൻ്റെ അധികാരി. തിരിച്ചറിയണം. അത് പണ്ട് പോയി. 2000 വർഷം മുമ്പ് അത് നഷ്ടപ്പെട്ടു പോയി പിശാചിന്. മനുഷ്യന്റെ തെറ്റായ പഠനങ്ങളും ഭയവും സാത്താനെ വീണ്ടും ഇവിടെ കയറ്റി വെച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്തിനാ പിശാചിനോട് പിടിച്ചു വെച്ചിരിക്കുന്നത്? അവന്റെ ആ ഇരിപ്പാണ് ഇന്ന് കോടിക്കണക്കിന് ആത്മാക്കള് തടവറ കിടക്കുന്നതിന്റെ കാരണം. നിത്യം നരകം സംഭവിക്കുന്നത് അന്ത്യവിധിക്ക് ശേഷമാണ്. വെളിപാട് പുസ്തകം 20-21 വായിക്കേ, വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതിലൂടെ അന്ത്യവിധിക്ക് ശേഷമാണ് നിത്യനരകം സംഭവിക്കുക. നിത്യാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടും. അഗ്നി തടാകമെന്നാ പറഞ്ഞിരിക്കുന്നത് ബൈബിളില്. അവിടേക്ക് വലിച്ചെറിയപ്പെടും ആത്മാക്കളോ ആരുമായിക്കളോടെ രക്ഷപ്പെടാത്തവര്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവില് സംഭവിക്കാൻ പോകുന്ന അന്ത്യവിധിക്ക് മുൻപ് വരെയും ഏതൊരാത്മാവ് രക്ഷപ്പെടാൻ അവസരമുണ്ട്. ഏതൊരാത്മാവ് രക്ഷപ്പെടാം. ക്രിസ്തുവിന്റെ വരവിന് മുമ്പ്, രണ്ടാം വരവിന് മുമ്പ് സമയം തന്നിട്ടുണ്ട് രക്ഷിക്കുവാനായിട്ട്. തെറ്റായ പഠനങ്ങള്, വിശ്വാസങ്ങള്, ബോധ്യങ്ങള് അവരൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് അതുകൊണ്ടാണ് ഈ ഭൂമുഖത്ത് ഇത്രമാത്രം ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെടാത്ത ആത്മാക്കളുടെ വലിയ ആധിപത്യമാണ് സൃഷ്ടപ്രപഞ്ചം മുഴുവൻ്റെ മേലും. കുടുംബങ്ങളില്, മനുഷ്യരില് എത്രയോ മാർഗമായ വ്യാധി രോഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാനസിക രോഗങ്ങൾ ഇങ്ങനെ ഒരു വലിയ ചങ്ങലക്കടി പോലെ കിടക്കുകയാണ്, രക്ഷപ്പെടാൻ പറ്റാത്ത വണ്ണം. ഒട്ടശകൾ അതിനെ നീ വിശ്വസിക്കുക. കർത്താവ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചിട്ട് ആ കുരിശുമരണത്തിലൂടെ സാത്താനെ തകർത്ത് അവന്റെ അധികാരം നശിപ്പിച്ച് നരകത്തിന്റെ അധികാരം തകർത്ത്, അബ്രഹാം പറഞ്ഞില്ലേ ഒരു ഗർത്തമുണ്ട് എന്ന്, അങ്ങോട്ട് കൊണ്ട് പോകുമ്പോൾ അബ്രഹാമാണ് പറഞ്ഞത്, യേശു അല്ല പറഞ്ഞത്. അത് യേശു പറഞ്ഞ ഉപമയിലാണ് അബ്രഹാത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാം യേശുവിനെ കുറിച്ചോട് പറയുന്നില്ല. അബ്രഹാം പറയുന്നൊരു ഗർത്തമാണ് ഇവിടെ, അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. ആ ഗർത്തം എന്ന് പറയുന്നത് നരകത്തിന് മേലുള്ള സാത്താന്റെ ആധിപത്യമായിരുന്നു. അവിടെ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റുമായിരുന്നില്ല. ഇവിടെ അവിടെ നിന്ന് പുറത്തു വരുന്നവൻ പിശാചായിട്ടാണ് പുറത്തു വരിക, സാത്താൻ ശക്തിയായിട്ടാണ് പുറത്തു വരുന്നത്. അബ്രഹാം പറഞ്ഞു, ഐ ആം ഹെൽപ്ലെസ്, എനിക്ക് സാധ്യമല്ല. എന്നാൽ ക്രിസ്തു എൻ്റെ കർത്താവ് കുരിശിൽ മരിച്ചപ്പോൾ ആ ഗർത്തം തകർത്തു. സാത്താൻ അധികാരങ്ങൾ നശിപ്പിച്ചു കർത്താവ്. നരകത്തിന്റെ മേല്, മരണത്തിന്റെ മേല്, ആത്മാക്കളുടെ മേലുള്ള സാത്താന്റെ എല്ലാ അധികാരങ്ങളെയും കർത്താവ് കുരിശിലൂടെ തകർത്തു. അതുകൊണ്ടാണ് യേശു ഇറങ്ങി ചെന്നത്. He descended into hell. He descended into hell. അവൻ ഇറങ്ങി നരകത്തിലേക്ക് ഇറങ്ങി ചെന്നത്, ശുദ്ധീകരണത്തിലേക്കല്ല ഇറങ്ങി ചെന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് പാപികൾക്ക് വേണ്ടിയാ, നീതിമാന്മാർക്ക് വേണ്ടിയിട്ടല്ല. അവിടുത്തെ മരണശേഷം അവിടെ ഇറങ്ങി ചെന്നത് പാപികൾ തേടിയാ പോകുന്നത്, വിശുദ്ധന്മാരെ തേടിയല്ല. വിശുദ്ധന്മാരൊക്കെ ഇരുന്നത് അബ്രഹാത്തിന്റെ മടിയിലാണ്. അപ്പോൾ പാപികളാണ് നരകത്തിൽ കിടന്നിരുന്നത്. യേശു അവരെ തേടിയാണ് പോയത്. യേശു അവരോട് സുവിശേഷം പ്രസംഗിച്ചത്. 1 പത്രോസ് 3:19 അവിടുത്തെ ആത്മാവിൽ കടന്നു ചെന്ന് ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. സത്യവചനം വിശ്വസിക്കാൻ മനുഷ്യൻ തയ്യാറാകണം. ബൈബിളിലെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ച വചനങ്ങൾ വിശ്വസിക്കാൻ ആദ്യം മനുഷ്യൻ പഠിക്കണം. അതിന് മനുഷ്യന് വ്യാഖ്യാനം കൊടുക്കരുത്. പത്രോസിലെ പറയാണ്, യേശു തന്റെ ആത്മാവിൽ കടന്നു എന്ന് കുരിശിൽ മരിച്ചപ്പോൾ അവിടുന്ന് ആത്മാവിൽ കടന്നു എന്ന് ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. ബന്ധനസ്ഥരായ ആത്മാക്കളോട് പറഞ്ഞിരിക്കുന്നത്. അവരാകട്ടെ നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവ്വം കാത്ത് ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അവിടെ. നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമപൂർവ്വം കാത്ത് ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. പാപികളായിരുന്നു അവരെ തേടി യേശു കടന്നുപോയത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുണയെ, ദൈവത്തിന്റെ സ്നേഹത്തെ എന്തിനാ മനുഷ്യന്റെ ബുദ്ധിയിലുള്ള അറിവ് വെച്ചുകൊണ്ട്
പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ദൈവം തുറന്നു വെച്ചൊരു വലിയ രക്ഷയുടെ വഴിയെ മനുഷ്യൻ തന്നെ പഠനങ്ങൾ കൊണ്ട് അടച്ചു വെച്ചു. ഈ കഴിഞ്ഞ 2000 വർഷക്കാലം കൊണ്ട് ആത്മരക്ഷയെ തടസ്സപ്പെടുത്തിയ മനുഷ്യനാണ്, പഠനങ്ങളാണ്. ആദത്തിന്റെ കാലം മുതൽ ഇങ്ങോട്ട് ക്രിസ്തുവിന്റെ കാലം വരെയും നരകത്തിന്റെ മേല് സാത്താന്റെ ആധിപത്യം ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തു കുരിശിൽ മരിച്ച് നരകത്തിലേക്ക് ഇറങ്ങി തകർന്നു, രക്ഷയുടെ കവാടം തുറന്നു വെച്ചു. ഇതാ മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലിന്റെ കയ്യിലാണെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ പിന്നീട് മനുഷ്യൻ കൊണ്ടുവന്ന പഠനങ്ങളിലൂടെ വീണ്ടും അവൻ പറഞ്ഞു നരകം സാത്താന്റേതാണ്. യേശുവോടെ പോയിട്ടില്ല, യേശുവോടെ പോയിട്ടില്ല. അത് സാത്താന്റേതാണ് നരകം എന്ന് പറയുന്നത്. യേശു പോയത് ശുദ്ധീകരണ സ്ഥലത്തേക്ക്. യേശു പോയത് എവിടെയാ ശുദ്ധീകരണ സ്ഥലം? എവിടെയാ ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? നരകത്തിന്റെ ഭാഗമാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുക. നരകത്തിന്റെ ഭാഗമാണത്. ലഘുവായി ശുദ്ധീകരിക്കപ്പെടുന്നവര്, ലഘുവായി പാപം ചെയ്തവര് അവർ ശുദ്ധീകരിക്കപ്പെടും. അത് നരകത്തിന്റെ ഭാഗമാണ്, സത്യമാണത്. ഇത്രയും വർഷങ്ങള് നിങ്ങൾ എവിടെയെല്ലാം ചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ടോ? അനേക വിശുദ്ധര് പറയും ഞങ്ങള് ആത്മാക്കളെ കണ്ടു, നരകാഗ്നിയെ കണ്ടു. പക്ഷേ സഭയുടെ പഠനവുമായി പൊരുത്തപ്പെടുത്തുവാൻ വേണ്ടി അതെല്ലാം മാറ്റി എഴുതി, അതെല്ലാം ശുദ്ധീകരണ സ്ഥലമാക്കി മാറ്റിയതാണ്. പക്ഷേ 917 ഫാത്തിമയിൽ പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട് 3 കുഞ്ഞുങ്ങൾക്ക്, ഫ്രാൻസിസ്, ലൂസി, ജസീന്ത എന്ന 3 കുട്ടികൾക്ക് നരകം കാണിച്ചു കൊടുത്തു. പരിശുദ്ധമ്മ അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങൾ ഭയപ്പെടരുത്, ഞാനൊരു കാര്യം നിങ്ങൾ കാണിച്ചു തരാൻ പോവുകയാണ്. അത് പറഞ്ഞ് പരിശുദ്ധ മാതാവ് തന്റെ കരമൊന്ന് വീശിയപ്പോൾ ആ മക്കൾ കണ്ടത് ഒരു വലിയ കടലാണ്, അഗ്നിക്കടലാണ് കണ്ടത്. അത് മുഴുവനും ആത്മാക്കളാണ്, പൈശാചിക ശക്തികള്, ആത്മാക്കള്. അവരിങ്ങനെ നല്ലറി വിളിക്കുന്നു, അട്ടഹസിക്കുന്നു, അതികഠിനമായ വേദന കൊണ്ട് നിലവിളിക്കുന്നു. അതിഭീകരമായ ദൃശ്യം കണ്ട് കുട്ടികൾ ഉറക്കെ വാവിട്ട് നിലവിളിച്ചു. ആ നിമിഷം തന്നെ മാതാവ് ദൃശ്യം പിൻവലിച്ചു. അതിന് മനുഷ്യൻ നമ്മൾ പറയാണ്, പാപം, പാപികളുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുവല്ലോ. പാപം, പാപികളുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുവല്ലോ എന്നാ ചോദിച്ചത്. ശുദ്ധീകരണ സ്ഥലം കണ്ടതല്ല മാതാവ് പറഞ്ഞത്, നരകം നാമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് പറയാണ് അവരെ രക്ഷിക്കാൻ, ടു സേവ് ദം. കത്തോലിക്ക സഭയുടെ ഈ ഫാത്തിമ സന്ദർശനത്തെ കുറിച്ചുള്ള പഠനത്തിൽ വ്യക്തമായിട്ട് എഴുതിവെച്ച അങ്ങനെയാണ്, ടു സേവ് ദം, അവരെ രക്ഷിക്കാൻ. ആരാണ്? ഈ നരകത്തിൽ പോകുന്ന രക്ഷിക്കാൻ. പരിശുദ്ധമ്മ പറഞ്ഞു, എൻ്റെ ബഹുഹൃദയ ഭക്തി ലോകത്തിൽ സ്ഥാപിക്കപ്പെടാൻ പിതാവ് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ ജപമാലയിൽ പ്രാർത്ഥിക്കണം, ശനിയാഴ്ചകളിൽ ദേവാലയങ്ങളിൽ ബലിയിൽ പങ്കെടുക്കണം. കുറെ കാര്യങ്ങൾ പരിശുദ്ധമ്മയോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് പ്രാർത്ഥന പഠിപ്പിച്ചു. നിങ്ങൾ ജപമാലയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകമായി അവിടുത്തെ കരുണയേറ്റം ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത്. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ. അത് ജീവിക്കുന്നവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അത് മരിച്ചവൻ്റെ പ്രാർത്ഥനയല്ല, അത് ജീവിച്ചിരിക്കുന്നവൻ്റെ പ്രാർത്ഥനയാണ്. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എന്നാൽ മരിച്ചതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എല്ലാ ആത്മാക്കളെയും പ്രത്യേകമായി അവിടുത്തെ കരുണയേറ്റം ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണത്. നമ്മൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലുമ്പോൾ അത് ചൊല്ലുന്നുണ്ട്. അർത്ഥം മനസ്സിലാക്കിയാണോ ചൊല്ലുന്നത്? വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഈ പ്രാർത്ഥനയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ. ഇത് ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥന. എന്നാൽ മരിച്ചവന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അടുത്ത ഭാഗമാണ്, എല്ലാ ആത്മാക്കളെയും പ്രത്യേകമായി അവിടുത്തെ കരുണയേറ്റം ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. ഇത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ അർത്ഥം അറിയാതെ എങ്ങനെ ചൊല്ലിക്കൊണ്ട് വർഷങ്ങളായിട്ട്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവമാതാവ് പഠിപ്പിച്ച കാര്യമാണത്. അതിന് കാരണം ഇതാണ്, ക്രിസ്തു നരകത്തെ ജയിച്ചവനാണ്. ക്രിസ്തു നരകത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥന ഒരു മരിച്ചു രക്ഷപ്പെടത്തില്ല. തിരിച്ചറിയണം, വിശ്വാസമാണ് രക്ഷിക്കുന്നത്. നീ വിശ്വസിക്കുക, യേശു നരകത്തിൽ പോലും പോയിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യങ്ങൾ, രഹസ്യങ്ങൾ ദൈവത്തിന്റെ ആത്മ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ
സന്ദേശവുമായി കത്തോലിക്കാ സഭയിലെ പല മുതിർന്ന നേതാക്കന്മാരെ കാണാൻ വേണ്ടി പോയി, ധ്യാന ഗുരുക്കന്മാരെയും മറ്റുള്ള അധികാരികളൊക്കെ പോയി കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവർ ചോദിച്ച ചോദ്യമുണ്ട്, യേശു പാതാളത്തിൽ പോയോ? ആരാ പറഞ്ഞത് പോയിട്ടുണ്ടെന്ന്? അതുപോലും അറിയില്ല. ഞാൻ ആരെയും വിധിച്ചു പറയല്ല പുറപ്പെടുവരെ. അപ്പോൾ അറിവില്ലായ്മയുടെ പേരിലാണ് അനേകം ആളുകൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ തടസ്സപ്പെടുത്തിയത്. സത്യവചനം തിരിച്ചറിയണമേ. മനുഷ്യനുണ്ടാക്കിയ പഠനങ്ങളല്ല വലുത്. പഠനങ്ങളൊക്കെ മാറ്റാൻ സാധിക്കും. പക്ഷേ യേശു പറഞ്ഞു വചനത്തിന്റെ വള്ളി പുള്ളിക്ക് മാറ്റാൻ പറ്റില്ല. പഠനങ്ങൾ നമുക്ക് വേണം, ആവശ്യമാണ്, നല്ലതാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ആ പഠനങ്ങൾ ഒരിക്കലും it should not be against the word of God. അതൊരിക്കലും ദൈവത്തിന്റെ വചനത്തിന് എതിരാകരുത്. മനുഷ്യനുണ്ടാക്കിയ പഠനങ്ങൾ അത് നാശമുണ്ടാക്കും. ദൈവത്തിന്റെ ഹിതത്തിനെതിരാകരുത് മനുഷ്യന്റെ പഠനങ്ങൾ. ഈ പഠനം മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പാപിയാണോ, ശിക്ഷിക്കപ്പെട്ടോ, നരകത്തിൽ പിന്നെ രക്ഷയില്ലാത്ത പഠനമൊക്കെ അതൊക്കെ വെറും തിന്മയാണത്. അതുപോലെ ക്രിസ്തു ഇറങ്ങിയത് നരകത്തിലേക്കല്ല, യേശു കാണാൻ വേണ്ടി പോയത് നീതിമാന്മാരെ വേണ്ടിയാണ് പോയെന്നുള്ള പഠനമൊക്കെ അത് വെറും അപകടകരമാണെന്നല്ല. യേശു നീതിമാന്മാരെ കാണാൻ വേണ്ടിയല്ല പോയി. ഞാൻ വീണ്ടും പറയുന്നു, അവരൊക്കെ അബ്രാഹത്തിന്റെ മടിയിലാണ് നീതിമാന്മാരെ, വിശുദ്ധന്മാരെ. എന്നാൽ യേശു പോയത് നഷ്ടപ്പെട്ട ആടുകളെ തേടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു വിശ്വാസം സഭയിലും എല്ലാ സഭകളും ഉണ്ടാകണം. ക്രിസ്തു ഇറങ്ങി നരകത്തിലേക്കാണെന്ന് അറിവുണ്ടാകണം, തിരിച്ചറിവുണ്ടാകണം. അത് സാത്താന്റെ പരാജയമാണ്. അല്ല എങ്കിൽ ഇന്ന് അനേകം ആളുകൾ തെറ്റായ പഠനങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ യേശു നരകത്തിൽ പോയിട്ടില്ല, അവിടെ പോയി രക്ഷയില്ല എന്നുള്ള പഠനങ്ങളിലൂടെ അവർ സാത്താനെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുക നരകത്തിന്റെ മേലെ. എന്നാൽ കോടിക്കണക്കിന് മനുഷ്യർ പോയിരിക്കുന്നത് അങ്ങോട്ടാണ് എന്ന് അറിയുന്നുമില്ല. രക്ഷപ്പെടുത്താനാവാത്ത വണ്ണം അവരവിടെ നഷ്ടപ്പെടാൻ കിടക്കുകയാണ്. പിശാചിന്റെ അടിമകളായി സാത്താൻ അവർ ഉപയോഗിക്കുകയാണ് അവരുടെ രാജ്യം വളർത്തുവാൻ വേണ്ടിയിട്ട്. എത്രയോ വലിയ അപകടമാണ് സംഭവിച്ചത്. ഇതാരെയും വിധിക്കുവാനോ കുറയ്ക്കുവാനോ വേണ്ടി അല്ല പറയുക. ഇനിയെങ്കിലും ഈ സത്യം മനസ്സിലാക്കാൻ തയ്യാറാകണം, ഇത് പഠിക്കാൻ തയ്യാറാകണം, അത് സ്വീകരിക്കാൻ അംഗീകരിക്കാൻ തയ്യാറാകണം. അത് ചെയ്താൽ ലോകത്തിന് രക്ഷയാണ്. മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഒരേ ഒരു മാർഗമാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. പക്ഷെ ജപമാല, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ അത് അഗ്നിയായിട്ട് മാറുകയാണ്, അത് ആത്മാക്കൾ രക്ഷയായിട്ട് മാറുകയാണ്. ഒരു 153 മണി ജപമാലയിൽ 183 പ്രാവശ്യം നന്മ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ മറിയം ഉയർത്തപ്പെടുകയും മഹത്വപ്പെടുകയുമാണ് ചെയ്യുന്നത്. ആ പ്രാർത്ഥന സംഭവിക്കുന്നത് ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി അയക്കപ്പെടും. ആര് പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലേക്ക് ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വരികയാണ്. ശരീരത്തിൽ പുതുജീവൻ കിട്ടുകയാണ്, ഉണർവ് കിട്ടുകയാണ്. ആ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയുകയാണ്. ഇത് മാത്രമല്ല, ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവോ അവിടേക്ക് കർത്താവിന്റെ ശക്തി അത്ഭുതം കടന്നു ചെന്ന്, അഭിഷേകം കടന്നു ചെന്ന് അവരുടെ മേലെ കെട്ടുകൾ അഴിക്കും, ബന്ധനങ്ങൾ തകർക്കും, അവർ സ്വതന്ത്രമാകും. അത് മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ നഷ്ടപ്പെട്ട ആത്മാക്കളോ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമേ. ഞാൻ എത്രയോ മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ട്, പലരും വലിയ മാരകമായ പ്രശ്നങ്ങളുമായിട്ട് ഫോൺ വിളിക്കുമ്പോൾ ഒന്നിൽ കുടുംബത്തിലെ വലിയ പ്രശ്നങ്ങളായിരിക്കും. ഞാൻ എത്രയോ പേരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, 10 ദിവസത്തിനും അത്ഭുതം കാണാൻ സാധിക്കും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അങ്ങനെ ജപമാല ചൊല്ലി വിശ്വസിച്ച് ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അനുഗ്രഹം പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചില ബന്ധനങ്ങൾ വളരെ ആഴത്തിലുള്ളവയാണ്. എന്ന് പറഞ്ഞാൽ തലമുറകളുടെ കെട്ടുകൾ വലിയ മാരകമായ കെട്ടുകളായിരിക്കാം. അതൊരു പ്രാർത്ഥന 2 പ്രാർത്ഥന കൊണ്ട് തീരില്ല, 2 ദിവസം കൊണ്ട് തീരില്ല, സമയം എടുത്ത് പ്രാർത്ഥിക്കേണ്ടി വരും. പക്ഷെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ വിശ്വാസത്തിന് വലിയ അർത്ഥമുണ്ട്. എത്ര മാരകമായ ബന്ധനമാണ് ശരി, ഈ പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു വ്യക്തി വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അവൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് വേഗം ഇടപെടും അവിടെ. കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ലാത്തത് കൊണ്ട് അവിടുന്ന് സൗഖ്യം നൽകും. ഹല്ലേലൂയ. നമുക്ക് നിമിഷങ്ങളിൽ അടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ മരിച്ചുപോയവര്, ബന്ധനസ്ഥരായ ആത്മാക്കള്, കർത്താവേ പ്രാർത്ഥിക്കാൻ ആരുമില്ലാതെ നഷ്ടപ്പെട്ട കോടിക്കണക്കിന് ആത്മാക്കള്, ഈ ഭൂമുഖത്തും വേർപിരിഞ്ഞു പോയവര്, ദൈവത്തെ അറിഞ്ഞും അറിയാതെ ജീവിച്ച് മരിച്ചു പോയവരോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായിട്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി,
നിന്റെ കുടുംബത്തിൻ്റെ തലമുറകൾ, നിന്റെ അപ്പൻ്റെ അമ്മയുടെ തലമുറകൾ അങ്ങ് പുറകോട്ട് 7 തലമുറ 700 വർഷം, അതിൻ്റെ പുറകോട്ട് 7 തലമുറ 700 വർഷം, അതിൻ്റെ പുറകോട്ട് അങ്ങനെ ആദമവരെയുള്ള തലമുറകള്, ആ കണ്ണികള് രക്ഷപ്പെട്ടിട്ടില്ലാത്ത സകല ആത്മാക്കളിലേക്ക് കർത്താവേ രക്ഷയുടെ സത്വവചനം അയച്ചുകൊണ്ട് അവരെ വീണ്ടെടുക്കണമേ, വിട്ടുവിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഇന്നു മുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് വിശകന്യാമരത്തിൻ്റെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുന്നു. ഞാൻ അർപ്പിക്കാൻ പോകുന്ന ഓരോ ജപമാലകളും ആത്മാക്കൾ രക്ഷയ്ക്ക് കാരണമായിട്ട് മാറ്റണമേ, അവരുടെ പാപത്തിൽ വരെ വിടുവിക്കണമേ, കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശോധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് മഹത്വം. ആരാധിക്കുന്ന അങ്ങേ സ്തുതിക്കുന്നപ്പാ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, മഹത്വം, 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 മഹത്വം. ദൈവമേ, അങ്ങേക്ക് നന്ദി, അവിടത്തേക്ക് ആരാധന, അവിടത്തേക്ക് സ്തോത്രം അപ്പാ. ഹല്ലേലൂയ. എല്ലാ തലമുറകളോടും കരുണ കാണിക്കണമേ, സകല ആത്മാക്കളോട് കരുണ കാണിക്കണമേ അപ്പാ. സ്തുതിക്കുന്നു ദൈവമേ. ആരാധന സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരവും ശക്തി യേശുവിന്റെ നാമത്തിൽ എല്ലാ തലമുറകളെ ബന്ധിക്കുന്നു, എല്ലാ അടിമകളെ ബന്ധിക്കുന്നു, എല്ലാ ആത്മാക്കളെ ബന്ധിക്കുന്നു, അശുദ്ധാത്മാക്കളെ ബന്ധിക്കുന്നു. എല്ലാവരും കീഴടങ്ങട്ടെ, യേശു നാമത്തിൽ കീഴടങ്ങട്ടെ, സകല മുട്ടും മടങ്ങട്ടെ യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു യേശുവേ, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, ഗ്ലോറി.